കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിലെ കോടതിയലക്ഷ്യ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. കോടതിയലക്ഷ്യ നടപടി നേരിടുന്ന വ്യവസായ വകുപ്പ് മുൻ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുമെന്നാണ് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. സജോ ദേവസിയുടെ വിശദാംശങ്ങൾ നൽകാൻ. സജോ, കോടതിയുടെ മുന്നറിയിപ്പുണ്ട്, ഹാജരായില്ലെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ നിർദ്ദേശം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ട് ഹാജരായിരിക്കുമല്ലേ? ശ്രുതി, അതായത് ഈ കേസിന്റെ ഒരു സവിശേഷത ഏത് സർക്കാർ ഭരിച്ചാലും പ്രോസിക്യൂഷൻ അനുമതിയുടെ കാര്യത്തിലടക്കം തർക്കം നിലനിൽക്കുന്ന ഒരു കേസാണിത് എന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. INTUC-യുടെ അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ, അതുപോലെ തന്നെ K രതീഷ് എന്നിവരാണ്. അവർക്ക് പ്രോസിക്യൂഷൻ അനുമതി നേരത്തെ നിഷേധിക്കപ്പെട്ടതാണ് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം ഈ കേസിന്റെ സവിശേഷതയായി നിൽക്കുന്നുണ്ട്. അതിനിടെയാണ് മുഹമ്മദ് ഹനീഷ് ഒരുപക്ഷെ നേരിട്ട് തന്നെ ഹാജരാകേണ്ടി വന്നേക്കാം. കാരണം അല്ലെങ്കിൽ അത് കൂടുതൽ കോടതിയിൽ നിന്ന് കടുത്ത നിരീക്ഷണങ്ങളോ പരാമർശങ്ങളോ ഉണ്ടായേക്കാനുള്ള ഒരു സാധ്യത ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് നാളുകളായുള്ളൊരു കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ആരോപണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ പ്രതികൾക്ക് സംരക്ഷണം ലഭിക്കുന്നു എന്ന ആരോപണം പല കോണുകളിൽ നിന്ന് ഉയരുകയും എന്നാൽ സർക്കാരുകൾ അത് വേണ്ട വിധം പരിഗണിച്ചില്ല, ഏത് സർക്കാരായാലും പരിഗണിച്ചില്ല എന്ന ആക്ഷേപം കൂടി നിലനിൽക്കുന്ന ഒരു കേസാണ്. അതിനിടെയാണ് ഈ കോടതിയലക്ഷ്യ കേസ് വരുന്നത് എന്നൊരു സവിശേഷതയുണ്ട്. ഒപ്പം അദ്ദേഹം നേരിട്ട് ഹാജരാക്കുകയാണെങ്കിൽ അതും അതിലൊരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി തീരുകയും ചെയ്യും. അങ്ങനെയൊരു നടപടി ഒഴിവാക്കാൻ ഇപ്പോൾ അസാധ്യമാണ് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്ന ഒരു കാര്യം. ഏതായാലും 11 മണിയോടുകൂടി ആ കേസ് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. ശരി, ഓക്കെ, വ്യക്തമാണ്. സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.